നമുക്ക് എല്ലാ മാസവും തിങ്കളാഴ്ച ഒരു വീക്കിലി എക്സാം നടത്താറുണ്ട്. ബ്രില്യൻ്റിൽ പഠിച്ച എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഏതോ ഒരു എക്സാം എനിക്ക് വളരെ ടഫായിരുന്നു. വളരെ ടഫ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് 2 മാർക്ക് ആ സമയത്ത് കിട്ടിയിരുന്നത്. ഞാൻ ഞാൻ നീറ്റ് നിർത്തുകയാണ്, ഞാൻ ഇനി പഠിക്കുന്നില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാ, എനിക്ക് നീറ്റ് കിട്ടില്ല, ആ ഒരു മെൻറ്റാലിറ്റി നിൽക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറും ഏഞ്ചൽ ഹോസ്റ്റലിന്റെ സ്വന്തം വാർഡനുമായ ജോബി സാറ് ഘോരമായി പ്രസംഗിക്കുകയോ അങ്ങനെ ഭയങ്കര മോട്ടിവേഷനായി തന്ന് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുകയോ ഇല്ല. സാറ് ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച്, സാറിലൂടെ ഇതൊരു എക്സാം അല്ലേ, ശരിക്കും നീറ്റ് എക്സാം മെയ് മാസം അല്ലേ, അപ്പോൾ നമുക്ക് ശരിയാക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് സാറ് 2 പുറത്തുനിന്ന് തട്ടി എന്നെ വിട്ടു. വീക്കിലി എക്സാമുകളിലും മോഡൽ എക്സാമുകളിലും ആദ്യം വളരെ കുറവ് മാർക്ക് വാങ്ങുന്ന ഹരികൃഷ്ണൻ പിന്നീട് അങ്ങോട്ട് നന്നായി പഠിക്കുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം അത് സാറ് ദൈനംദിനമായി എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു നോർമൽ പ്രവൃത്തി മാത്രമാണ്. പക്ഷെ എന്നെ പോലത്തെ ഒരു നീറ്റ് ആസ്പിരന്റിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. 685 മാർക്ക് വാങ്ങി സ്വന്തം മാതാപിതാക്കളോടൊപ്പം ഏറെ അഭിമാനത്തോടെ വേദിയിലേക്ക് കടന്നു വരുന്ന ഹരികൃഷ്ണനെ ബ്രില്യന്റിന് മറക്കാനാവില്ല. MBBS ലക്ഷ്യം വെക്കുന്ന കേരളത്തിലെ 90% വിദ്യാർത്ഥികളും സ്വപ്നം കാണുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അവിടെ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ഹരി ബ്രില്യൻ ഫാമിലിക്ക് എന്നും അഭിമാനം തന്നെ. അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ജോർജ് സാറായാലും സെബാസ്റ്റ്യൻ സാറായാലും സന്തോഷ് സാറായാലും എല്ലാ സാറും സ്റ്റീഫൻ സാറായാലും എല്ലാവരും നമുക്ക് വേണ്ട രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിസോഴ്സസും നമുക്ക് പ്രൊവൈഡ് ചെയ്യും, എല്ലാം ചെയ്യും. അത് തന്നെയാണ് ബ്രില്യൻ്റ് ബാക്കി എല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യാസമാകുന്നത്. ഒരു ഫിസിക്കൽ റിസോഴ്സ് തന്ന് കുട്ടികളെ ജസ്റ്റ് പഠിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ മോറലിയും മെൻ്റലിയും ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ബ്രില്യൻ്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനുള്ള ഉത്തമ തെളിവാണ് ഇതാ നമ്മളിപ്പോൾ ഈ കൂടി നിൽക്കുന്ന എൻ്റെ CMC 67th ബാച്ച്. Yes, 90% of Malayali MBBS students are from Brilliance. സോ ഫ്യൂച്ചർ നീറ്റ് ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ജേർണി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഫൈനൽ റിസൾട്ട് എന്തായാലും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. മോഡൽ എക്സാമിന്റെ കാലമാണ്. മാർക്ക് കുറഞ്ഞാൽ പതറുകയല്ല ചെയ്യേണ്ടത്. ലക്ഷ്യത്തെ മുറുകെ പിടിച്ച് ആത്മാർത്ഥമായി പഠിക്കണം. ബ്രില്യൻ ഫാമിലി ഒപ്പമുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.